ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. തിരുവനന്തപുരത്താണ്, നിയമസഭയുടെ മുന്നിലാണ്. എന്താണ് വിശേഷം എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കലോത്സവം നടക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു പുസ്തകോത്സവം തുടങ്ങുകയാണെന്ന് ഇന്ന് അല്പസമയത്തിന് മുന്നേ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് മുതലും 7 മുതൽ 13 വരെ നീണ്ടു നിൽക്കുന്ന പുസ്തക ഉത്സവമാണ്. അത് 3ാം പതിപ്പാണ്. അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാമത്തെ തവണയാണ് ഇത് നടക്കുന്നത്. വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ പുസ്തകോത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ യുവജനോത്സവവും കലോത്സവം നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും വായന ശീലം അല്ലെങ്കിൽ വായന ഇഷ്ടപ്പെടുന്നവർക്കും എഴുത്തുകാർക്കും എല്ലാം പ്രയോജനപ്പെടുന്ന ഒരു നല്ലൊരു മേള തന്നെയാണ്, അല്ലെങ്കിൽ പുസ്തകോത്സവം എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ ഇതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ വേറെ ഫെസ്റ്റിവലിൽ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അതുപോലെ വളരെ വിപുലമായിട്ട് എല്ലാ ദിവസവും സ്റ്റേജ് പ്രോഗ്രാംസും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പുസ്തകോത്സവമാണ്. അപ്പോൾ ഇതൊരു നോട്ടിഫിക്കേഷനായിട്ട് കണക്കാക്കുക. നമ്മുടെ ചാനലിൻ്റെ മെയിൻ ഉദ്ദേശവും ഇത് തന്നെയാണ്. തിരുവനന്തപുരത്തും അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ നടക്കുന്ന ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ തന്നെ അതിൻ്റെ ഫുൾ വിവരങ്ങളും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി മറ്റൊരു ഉത്സവം കൂടി. തിരുവനന്തപുരത്ത് നിയമസഭ രാജ്യാന്തര പുസ്തകോത്സവത്തിന് തുടക്കമായി. 7 മുതൽ 13 വരെയാണ് ഈ മേള ഉണ്ടാവുക. നിയമസഭാ രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ 3ാം പതിപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. പുസ്തകോത്സവത്തിൽ 250-ലധികം സ്റ്റാളുകളുണ്ട്. അതിൽ 150 സ്റ്റാളുകളിലധികം പുസ്തകത്തിൻ്റെ പ്രദർശനവും വിൽപ്പനയും നടക്കുന്നുണ്ട്. ഏകദേശം 350-ലേറെ പുസ്തകങ്ങളുടെ പ്രകാശനവും അതുപോലെ തന്നെ 60-ലധികം പുസ്തകങ്ങളുടെ ചർച്ചയും ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. പുസ്തകോത്സവത്തിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങുന്നവർക്ക് വ്യക്തിഗതമായിട്ട് 20%, ഗ്രന്ഥശാലകൾക്ക് 35% വിലക്കിഴിവിൽ വാങ്ങാവുന്നതാണ്. ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ ഒരുപക്ഷെ പബ്ലിക് ലൈബ്രറിയിലുള്ളതിനേക്കാൾ അത്യപൂർവമായ പുസ്തകങ്ങൾ, പബ്ലിക് ലൈബ്രറിയിൽ ധാരാളം അപൂർവമായ പുസ്തകങ്ങളുണ്ട്. കേരളത്തിലെ നിയമസഭാ ലൈബ്രറിയിൽ അപൂർവമായ പുസ്തകങ്ങളുണ്ട്. കേരളത്തിലെ ഹൈക്കോടതി അപൂർവമായ പുസ്തകങ്ങളുണ്ട്. ഞാൻ ഈ ലൈബ്രറിയിലെല്ലാം പോയി കണ്ടിട്ടുണ്ട്. ഹൈക്കോടതി ലൈബ്രറിയൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അത്യപൂർവമായ പുസ്തകങ്ങൾ, നിയമപുസ്തകങ്ങളാണ് കൂടുതലെങ്കിലും മറ്റൊരുപാട് കാര്യങ്ങൾ അറിയുന്ന പുസ്തകങ്ങൾ നിയമസഭയുടെ ലൈബ്രറിയിലുണ്ട്. ചെയ്യുമ്പോൾ റിസർച്ച് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അതുപോലെ MLA-മാരൊക്കെ തന്നെ ഞങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ പുസ്തകങ്ങൾ വാങ്ങാനും ഗ്രാമീണ വായനശാലകൾക്ക് നൽകാനും ഒരു അവസരവും ബഹുമാനപ്പെട്ട സ്പീക്കർ ഉണ്ടായിരുന്നു കഴിഞ്ഞ 3 വർഷം. ഒരു ഉത്സവമാക്കി മാറ്റിയ ബഹുമാന്യായ സ്പീക്കർ CN ഷംസീറിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് തുടർന്നുമായി അറിയിക്കുന്നു. ഈ വേദിയിൽ എത്തി ഈ വേദി ഉദ്ഘാടനം ചെയ്യാൻ അവസരം തന്നതിന് നന്ദി പറയുന്നു. നിങ്ങളുടെ ഒരു അനുവാദത്തോടെ ഈ വേദി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. അപ്പോൾ ഇന്ന് നമ്മുടെ നിയമസഭാ പുസ്തകോത്സവം ഔപചാരികമായി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് സ്റ്റുഡൻസ് കോർണർ എന്ന നിലയ്ക്ക് ഇവിടെയും ഒരു പ്രവർത്തനം നമ്മൾ ആരംഭിക്കുന്നത്. മേള നടക്കുന്ന ഈ ദിവസങ്ങളിൽ, അതായത് 7 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ R ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വച്ചിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം മെഗാ ഷോകൾ നടക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ പ്രയോജനമാകുന്ന ഒരു മേളയാണ്. അതുപോലെ വായനകളും എഴുത്തുകളും സാഹിത്യമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ഉത്സവം തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ പുസ്തകോത്സവം. നിയമസഭയ്ക്ക് ചുറ്റുമായിട്ട് തന്നെ ഒരുപാട് സ്റ്റേജുകൾ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ചർച്ചകളും അതുപോലെ സെമിനാറുകളും അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ നമുക്ക് പ്രയോജനകരമായിട്ട് ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. പുസ്തകോത്സവം കാണാൻ വരുന്ന ആൾക്കാർക്ക് നിയമസഭയുടെ ഉള്ളിൽ കയറി കാണാനുള്ള അവസരവും ഉണ്ട്. രാവിലെ 9 മണി മുതലാണ് ഇവിടെ പുസ്തകോത്സവം സ്റ്റാർട്ട് ചെയ്യുക. വായനയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ മേള മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽപ്പെടുന്ന കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നമ്മളെ നാട്ടിൽ തന്നെ നടക്കുന്ന മറ്റൊരു വിശേഷമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.